ചില വാക്കുകൾ കാലത്തിനു മുന്നേ സഞ്ചരിക്കുന്നതാണ്. അത് ചിലപ്പോൾ പറഞ്ഞ ആളെ തന്നെ തിരിഞ്ഞു കൊത്തുമെന്ന് മാത്രം. അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ കടന്നുപോകുന്നത്. ഏകദേശം ഒരു വ്യാഴവട്ടക്കാലം മുൻപ്. അന്ന് മോദി പ്രധാനമന്ത്രിയായിട്ടില്ല. അന്ന് മൻമോഹൻ സിംഗ് സർക്കാരിനെ ട്രോളിക്കൊണ്ട് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം ഇപ്പോൾ മോദിക്ക് തന്നെ പണിയായി മാറിയിരിക്കുന്നു. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇന്ന് സെഞ്ചുറിയോടടുക്കുകയാണ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം അവസ്ഥയിലൂടെ ഇന്ത്യൻ രൂപ കടന്നു പോകുമ്പോൾ അതിനെതിരെ ഒന്നും ചെയ്യാനാകാതെ മോദി സർക്കാർ മൗനം പാലിച്ച് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. അന്ന് 2013, 2014 കാലഘട്ടത്തിൽ പാകിസ്ഥാനേക്കാളും ബംഗ്ലാദേശിനേക്കാളും ഇന്ത്യൻ രൂപ കൂപ്പുകുത്തിയെന്ന് പരിഹസിച്ച മോദിക്ക് ഇന്ന് എന്ത് പറയാനുണ്ട് എന്ന് അറിയാൻ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും ആഗ്രഹമുണ്ടാകും. അന്നത്തേക്കാൾ ഏറ്റവും മോശം അവസ്ഥയിലാണ് ഇന്നത്തെ ഇന്ത്യൻ രൂപ എന്ന സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ അന്ന് മൻമോഹൻ സിംഗിനോട് മറുപടി ആവശ്യപ്പെട്ട മോദിക്ക് ഇന്ന് അതിന് മറുപടി പറയാൻ ബാധ്യതയുണ്ട്. 2013-14 കാലത്ത് അന്ന് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും. രൂപയുടെ മൂല്യത്തകർച്ച അന്നും വലിയ വാർത്താ പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്. ആ ഇടയ്ക്കാണ് ഇന്ത്യൻ രൂപ അക്കാലത്തെ വലിയ തകർച്ചയായ 58 രൂപ എന്ന നിലയിലേക്ക് എത്തുന്നത്. അന്ന് മൻമോഹൻ സിംഗിനെ ട്രോളി മോദി പറഞ്ഞത്, പാകിസ്ഥാന്റെ കറൻസി ഇങ്ങനെ താഴുന്നില്ല, ബംഗ്ലാദേശിന്റെ കറൻസിയും ഇങ്ങനെ താഴുന്നില്ല, ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ 60 രൂപയോട് അടുക്കുന്നു. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മറുപടി നൽകിയേ മതിയാവൂ. എന്തുകൊണ്ടാണ് രൂപയുടെ മൂല്യമിടിയുന്നത്? പ്രധാനമന്ത്രിയോട് നരേന്ദ്രമോദിയുടെ ചോദ്യം എന്ന തലക്കെട്ടോടുകൂടി മോദിയുടെ വീഡിയോ ഇന്നും സമൂഹ മാധ്യമങ്ങളിലുണ്ട്. കാലം മാറി, ചരിത്രവും മാറി. ഇന്ത്യൻ രൂപ അതിന്റെ ചരിത്രത്തിലെ തന്നെ അതിഭീകരമായ തകർച്ചയിലേക്ക് കൂപ്പുകുത്തി. ഡോളറിനെതിരെ 90 രൂപ 43 പൈസ എന്ന നിരക്കിലാണ് രൂപയുടെ വ്യാപാരം നടക്കുന്നത്. ഡോളറിനെതിരെ രൂപ ചരിത്രത്തിൽ ഇന്ന് വരെ നേരിടാത്ത തകർച്ചയെ നേരിടുമ്പോൾ 2013 മോദി നടത്തിയ പ്രസ്താവനകളും ട്വീറ്റുകളുമൊക്കെ ഒരു ട്രോളായി മാറിയിട്ടുണ്ട്. മോദി ഭരണത്തിലേറി 11 വർഷം കൊണ്ട് രൂപയുടെ മൂല്യം ഇടിഞ്ഞത് 35 രൂപയോളമാണ്. അതായത് ശരാശരി ഒരു വർഷം 3 രൂപ എന്ന കണക്കിൽ. ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 5 രൂപയിൽ അധികം ഇടിവുണ്ടായിട്ടുണ്ട്. ഇത്ര രൂക്ഷമായ ഒരു ഇടിച്ചിൽ ഇക്കാലത്തിനിടെ ഇന്ന് വരെ ഒരിക്കൽ പോലും ഇന്ത്യ നേരിട്ടിട്ടില്ല. അപ്പോഴും മോദി മൗനത്തിലാണ്. എന്തായിരിക്കും ഈ മൗനത്തിന് കാരണം? അന്ന് 58 രൂപ ഉണ്ടായിരുന്ന സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രിയെ പരിഹസിച്ച മോദി ഇപ്പോൾ പ്രധാനമന്ത്രി എന്ന നിലയിൽ എന്താണ് പറയേണ്ടത്? തൃണമൂൽ കോൺഗ്രസ് നേതാവും രാജ്യസഭാ എംപിയുമായ സാഗരിക ഘോഷ് എക്സിൽ കുറിച്ചതുപോലെ, മിസ്റ്റർ മോദി, ഇപ്പോൾ ആരാണ് മൗനി, ആരാണ് മൂകൻ? ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം അവസ്ഥയാണ് ഇന്ത്യൻ രൂപയ്ക്ക് ഇപ്പോൾ. ഇന്നലെ വ്യാപാരം അവസാനിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ മോശം അവസ്ഥയിലേക്കാണ് രൂപ കൂപ്പുകുത്തിയത്. ബുധനാഴ്ച വ്യാപാരം ക്ലോസ് ചെയ്തത് 90 രൂപ 19 പൈസ എന്ന നിരക്കിലായിരുന്നുവെങ്കിൽ വ്യാഴാഴ്ച രാവിലെ വ്യാപാരം ആരംഭിച്ചപ്പോൾ തന്നെ അത് 24 പൈസ കൂടി ഇടിഞ്ഞ് സർവകാല താഴ്ചയായ 90.43 കൂപ്പുകുത്തി. ചരിത്രത്തിൽ ആദ്യമായാണ് ഡോളറിനെതിരെ 5 രൂപയുടെ ഇടിവ് ഒരു വർഷത്തിനകം തന്നെ രൂപ നേരിടുന്നത് എന്നാണ് SBI റിസർച്ചിന്റെ റിപ്പോർട്ടും വ്യക്തമാക്കുന്നത്. സാധാരണ 500 മുതൽ 1000-ലേറെ ദിവസങ്ങളുടെ കാലപരിധിക്കിടയിലാണ് ഡോളറിനെതിരെ രൂപയുടെ 5 രൂപയ്ക്ക് മേൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 85-ൽ നിന്ന് 90-ലേക്ക് വീഴാൻ ഒരു വർഷം പോലും വേണ്ടി വന്നില്ല എന്നത് എത്രത്തോളം ഭീകരമായ തകർച്ചയാണ് ഇന്ത്യൻ രൂപ നേരിടുന്നത് എന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ മൂല്യത്തകർച്ച നേരിട്ട കറൻസി കൂടിയായി ഇന്ത്യൻ രൂപ മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അന്ന് 2013 മോദി പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാകുന്ന തരത്തിൽ പാകിസ്ഥാനേക്കാളും ബംഗ്ലാദേശിനേക്കാളും മോശം അവസ്ഥയിലേക്ക് ഇന്ത്യൻ രൂപ എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ രൂപയ്ക്ക് ഇത്രയും ഭീകരമായ തകർച്ച നേരിടേണ്ടി വരുന്നത് എന്നത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. വിദേശീയമായ ഘടകങ്ങൾ തന്നെയാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ചയ്ക്ക് കാരണമെന്ന് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നു. അതായത് ഈ വർഷം ഏപ്രിൽ മുതലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ താരിഫ് നടപടികൾ ആരംഭിച്ചത്. സത്യത്തിൽ ഈ ഒരു പകരം തീരുവ ഏർപ്പെടുത്തിയത് മുതൽ ഇന്ത്യൻ രൂപ പച്ച പിടിച്ചില്ല എന്ന് തന്നെ പറയാം. ഏപ്രിൽ 2-ന് പകരം തീരുവ നടപടികൾ ആരംഭിച്ചതിന് ശേഷം ഇന്ത്യൻ രൂപ നേരിട്ട മൂല്യത്തകർച്ച എന്ന് പറയുന്നത് 5.5% എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ പണം പിൻവലിക്കുന്നതും രൂപയ്ക്ക് ക്ഷീണമാണ്. നടപ്പ് വർഷം മാത്രം ഇതുവരെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ പിൻവലിച്ചത് 1.5 ലക്ഷം കോടിയിലധികം രൂപയാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ രൂപയ്ക്കുണ്ടാകുന്ന മൂല്യത്തകർച്ച ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതോടൊപ്പം
ഇന്ത്യ വലിയ തോതിൽ വാങ്ങുന്ന സ്വർണത്തിനും വെള്ളിക്കും വില റെക്കോർഡിലേക്ക് കുതിച്ചു കയറിയിട്ടും ഡിമാൻഡോ ഇറക്കുമതിയോ കുറഞ്ഞില്ല എന്നതും തിരിച്ചടിയായി. ഡോളറിലാണ് ഇവയുടെ ഇറക്കുമതി ഇടപാടുകൾ എന്നതിനാൽ തന്നെ ഡോളറിന് സ്വീകാര്യത കൂടിയതും രൂപയെ തളർത്തിയെന്ന് കരുതാം. ഇന്ത്യൻ രൂപ തകർച്ച നേരിടുന്ന ഘട്ടങ്ങളിലെല്ലാം ഒരു രക്ഷകന്റെ വേഷത്തിൽ അവതരിക്കാറുള്ള റിസർവ് ബാങ്കിന് ഇപ്പോൾ അത്ര താല്പര്യമില്ലാത്തതുപോലെയാണ് രക്ഷാദൗത്യത്തിന്. ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള മോശം തകർച്ച ഇന്ത്യൻ രൂപ നേരിടുമ്പോൾ അത്തരം രക്ഷാദൗത്യത്തിൽ നിന്ന് റിസർവ് ബാങ്ക് വിട്ടുനിൽക്കുകയാണ്. എന്തുകൊണ്ട് വിട്ടുനിൽക്കുന്നു എന്നതിന് കാരണമൊന്നുമില്ല. മുൻകാലങ്ങളിൽ ഇത്തരം തകർച്ച നേരിടുന്ന ഘട്ടങ്ങളിലെല്ലാം ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരത്തിൽ വലിയ തോതിൽ ഡോളർ വിറ്റഴിച്ചുകൊണ്ടാണ് റിസർവ് ബാങ്ക് രൂപയുടെ തകർച്ചയെ പിടിച്ചു നിർത്തിയിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഡോളറുകൾ വൻതോതിൽ വിറ്റഴിക്കുന്നത് ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരത്തിൽ വലിയ കുറവ് വരുത്തും. അത് ഒഴിവാക്കാനാണ് റിസർവ് ബാങ്ക് ഡോളർ വിറ്റഴിച്ച് രൂപയുടെ മൂല്യത്തകർച്ച പിടിച്ചു നിർത്താൻ ശ്രമിക്കാത്തത് എന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. ഏഷ്യയിൽ തന്നെ ഏറ്റവും മൂല്യത്തകർച്ച നേരിട്ട കറൻസിയായി ഇന്ത്യൻ രൂപ മാറുമ്പോൾ കോളടിച്ചത് പ്രവാസികൾക്കാണ് എന്നും പറയാം. UAE ദിർഹത്തിനെതിരെ രൂപയുടെ മൂല്യം 24.5 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി. അതായത് 100 UAE ദിർഹത്തിന് നിലവിൽ 2500 രൂപയോളം ലഭിക്കും. മറ്റ് GCC കറൻസികളും രൂപയ്ക്കെതിരെ മുന്നേറ്റത്തിലായതോടെ ഇന്ത്യയിലേക്കുള്ള പ്രവാസി പണമൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. ഓരോ ദിർഹവും ദിനാറും റിയാലുമൊക്കെ നാട്ടിലേക്ക് അയക്കുമ്പോൾ കൂടുതൽ രൂപ കിട്ടും എന്നതാണ് കാരണം. UAEയിൽ നിന്ന് പലരും പതിവായി അയക്കുന്നതിന്റെ 3 ഇരട്ടി വരെ ഇപ്പോൾ നാട്ടിലേക്ക് അയക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഓഹരി വിപണികളുടെ നഷ്ടം, വിദേശ നിക്ഷേപത്തിലേക്ക് ഒഴിഞ്ഞുപോക്ക്, അനിശ്ചിതമായി നീളുന്ന ഇന്ത്യ-US വ്യാപാര കരാർ എന്നിവയാണ് രൂപയ്ക്ക് സമ്മർദ്ദമാകുന്ന പ്രധാന ഘടകങ്ങൾ. രൂപയുടെ വീഴ്ച അവസരമാക്കി നേട്ടത്തിലേക്ക് തിരിച്ചു കയറാൻ സ്വർണം ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി സ്വർണ്ണവിലയിൽ വർധന ദൃശ്യമായിരുന്നു. രൂപ തളരുമ്പോൾ സ്വർണത്തിന്റെ ഇറക്കുമതി ചെലവ് ഉയരുമെന്നത് രാജ്യത്തെ സ്വർണ്ണവില നിർണയത്തെ സ്വാധീനിക്കും. ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില അല്പം ഇടിഞ്ഞുവെങ്കിലും ഇന്നലെ വരെ നേട്ടത്തിൽ തന്നെയായിരുന്നു സ്വർണ്ണവില. ഇന്ത്യ-US വ്യാപാര കരാറിലാണ് ഇനി കണ്ണ്. കരാർ പ്രഖ്യാപനമുണ്ടായാൽ രൂപയുടെ മൂല്യം മെച്ചപ്പെടുമെന്നാണ് വിലയിരുത്തൽ.